നമ്മളിവിടെ നോക്കാൻ പോകുന്ന വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന എല്ലാവരുള്ള വൈഡ് ആയിട്ടുള്ള സിനിമാറ്റിക് റേഷ്യോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ആ റേഷ്യോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ രണ്ട് മെത്തേഡിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഫോണിൽ ക്യാപ്കട്ടിലായിക്കോട്ടെ VN ആയിക്കോട്ടെ എല്ലാ ആപ്പിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ PC സോഫ്റ്റ്വെയറിൽ അതുപോലെ പ്രീമിയർ FCP പോലുള്ള സോഫ്റ്റ്വെയറിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രീമിയർ പ്രോയിലുള്ള ട്യൂട്ടോറിയലാണ് ഞാൻ ഇതിലോട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാപ്കട്ടിൽ ചെയ്യാനുള്ള ടെംപ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതായത് സ്കിപ്പ് അടിക്കരുത്. സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഇപ്പോൾ വേണ്ടി കാണുന്നത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ എടുത്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോളോ ആരംഭിക്കുള്ളൂ. മേക്ക് ഷുവർ സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. വാട്സ്ആപ്പ് മേക്ക് മൈ ചാനൽ സാറേ. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് നിങ്ങൾ അതിനായിട്ട് ചൂസ് ചെയ്യേണ്ട ക്ലിപ്സ് നിങ്ങൾ മാക്സിമം വൈഡായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫുട്ടേജ് ആയിരിക്കണം. അതുപോലെ തന്നെ മാക്സിമം ഹയർ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും വലിയൊരു വീഡിയോ ആ ഒരു ക്യാപ്പിലോട്ട് എങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ആ ടൈം ആകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ക്വാളിറ്റിനെ അഫക്ട് ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പ്രീമിയർ ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേര് എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ട്രെൻഡിങ് റേഷ്യോ എന്ന് കൊടുക്കുകയാണ്. ട്രെൻഡിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ട്രെൻഡിങ് കൊടുത്തിട്ട് പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. പ്രൊജക്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഉള്ളൊരു വിൻഡോ ആയിരിക്കും ആസ് യൂഷ്വൽ വരിക. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊജക്റ്റ് അല്ലാതെ സീക്വൻസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. സീക്വൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് സീക്വൻസ് സെറ്റിംഗ്സ് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഇവിടെ സീക്വൻസ് പ്രീസെറ്റ്സ് എന്നുള്ള സെക്ഷനിൽ അതിനേരടുത്ത് സെറ്റിംഗ്സ് എന്ന ഭാഗം ഉണ്ടാവും. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ഭാഗമായിരിക്കും വരിക. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1080 എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഈ ഒരു പ്ലേസിൽ 5160 എന്ന് സെർച്ച് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ 1920 എന്നുള്ള പ്ലേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ 1080 ആക്കുക. ഓക്കെ, 1080 ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റേഷ്യോടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലോട്ട് വേണ്ട ക്ലിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രെൻഡിങ് എന്നുള്ള സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് 2-3 ക്ലിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇവിടെ സെലക്ട് ആക്കി ജസ്റ്റ് നിങ്ങൾ ഇതിലോട്ട് വലിച്ചിട്ടു. ഓക്കെ, വലിച്ചിടുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്ലിപ്പും അതുപോലെ തന്നെ നമ്മളെ ടൈം ലൈനിൻ്റെ ആ ഒരു ക്ലിപ്പിൻ്റെ റെസൊല്യൂഷൻ ഇവിടെ മാറ്റുന്നുണ്ട്. ഓക്കെ, അതായത് റേഷ്യോ മാറ്റിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് സീക്വൻസ് സെറ്റിങ്സ് ചെയ്യരുത്. നിങ്ങൾ കീപ് എക്സിസ്റ്റിംഗ് സെറ്റിങ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുക. കാരണം വെച്ചാൽ ഇതൊരു പോർട്രേറ്റ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ FX കൺട്രോളിൽ വരാം. FX കൺട്രോൾ വന്നതിന് ശേഷം നിങ്ങൾ വീഡിയോ ക്ലിപ്പ് സെലക്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ FX കൺട്രോൾ ഓൺ ആയിട്ട് വരും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പൊസിഷൻ സ്കെയിൽ എന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ ഓപ്ഷൻ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ സൂം ചെയ്തിട്ട് ഈ ഒരു സംഭവം ഫുള്ളാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം പൊസിഷനിൽ വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വാല്യൂ കൂട്ടുക. ഇതുപോലെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്പോട്ടിൽ നിങ്ങൾ വെക്കാം. അതിന് ശേഷം നമുക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു പോർഷൻ നിങ്ങൾ സെറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിലോട്ടുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻസ് വെച്ച് നമുക്ക് ഇതുപോലെ ടൈമിലോട്ട് കൂടുതൽ ഫുട്ടേജസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ഇവിടെ കളർ ഗ്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ഫുട്ടേജ് ഈ റേഷ്യോയിലോട്ട് വലിച്ചിട്ടാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റേഷ്യോയിലിട്ടിട്ട് നമുക്ക് കളർ ഗ്രേഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര അക്യുറേറ്റ് ആയിട്ട് ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഞാൻ ക്വാളിറ്റി ലോസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് സംഭവം സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സൂം ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്തത്. ഓക്കെ, അപ്പം അത്ര നല്ല ഹയസ്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സൂം ചെയ്യുമ്പോൾ ക്വാളിറ്റി ലോസ് ഇല്ലാതെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹയർ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വൈഡാക്കി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പായിരിക്കണം എനിക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവും. ഓക്കെ, കാണാനും രസം ഉണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ കാർഗഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ FXലോ കാര്യങ്ങൾ വന്നതിന് ശേഷം ലുമെട്രിക് കളർ ജസ്റ്റ് ഇതിലോട്ട് വെച്ചിട്ടാണ്. ഓക്കെ, ലുമെട്രിക് കളർ എന്ന് നമ്മൾ സെർച്ച് ചെയ്യണത്. ഓക്കെ, ലുമെട്രിക് കളർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സംഭവം കിട്ടും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ ക്ലിപ്പിലോട്ട് വലിച്ചിടാം. അപ്പോൾ തന്നെ ഇവിടെ FX കൺട്രോളിൽ ഇവിടെ ലുമെട്രിക് കളർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് അതിലോട്ടുള്ള ഏതെങ്കിലും ഒരു പ്രീസെറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ഒരു പ്രീസെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിലോട്ട് കുറച്ചൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏകദേശം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ് എനിക്ക് തോന്നുന്നത്.
അപ്പം ഈ ഒരു സെക്ഷൻ നമ്മൾ സെലക്ട് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൺട്രോൾ ടി കൊടുക്കുകയാണ്. കൺട്രോൾ ടി ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എപ്പോഴും ടൈം ലൈൻ സെലക്ട് ആണോ ശ്രദ്ധിക്കുക. എന്നിട്ട് കൺട്രോൾ ടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു ടെക്സ്റ്റ് ലെയർ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ടെക്സ്റ്റ് ലെയർ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാൻ ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് വലുതാക്കി തരാം. ഓക്കെ, അപ്പോൾ ഞാനത് വലുതാക്കി ശേഷം ഈ ടെക്സ്റ്റ് ലെയർ സെലക്ട് ആക്കി. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് അവിടെ കൊടുക്കാം. ഓക്കെ, ന്യൂ ടെക്സ്റ്റ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മൗണ്ടൻ എന്ന് കൊടുക്കാം. ഓക്കെ, മൗണ്ടൻ എന്ന് കൊടുത്തു. ഓക്കെ, ക്യാപിറ്റൽ കൊടുക്കാം അല്ലേ. മൗണ്ടൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ വരാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഫോണ്ടിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുമ്പോൾ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഫോണ്ടിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഫോണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഒരു ഫോണ്ട് ജസ്റ്റ് സെലക്ട് ആക്കിയിട്ടുണ്ട്. അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കാം. അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ഈ ഒരു ട്രാൻസ്ഫോമർ സെക്ഷനിൽ ഒപ്പാസിറ്റി എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഒപ്പാസിറ്റി നിങ്ങൾ കീ കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളത് 0 ആക്കി ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. മൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒപ്പാസിറ്റി 100 ആക്കി കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നുള്ള മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ടെക്സ്റ്റിന്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ക്ലിപ്പിനും വേണം. വീഡിയോ ക്ലിപ്പ് സെലക്ട് ആക്കുക. നെക്സ്റ്റ് നിങ്ങൾ അവിടെ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഒപ്പാസിറ്റി. ഒപ്പാസിറ്റിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെയും കീ കൊടുക്കുക. കീ കൊടുത്തിട്ട് ഫസ്റ്റ് നിങ്ങൾ 100 0 ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ഒരു 2-3 ഫ്രെയിം നീക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, ഒരു 3 ഫ്രെയിം നീക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഒപ്പാസിറ്റി 100 ആക്കി കൊടുക്കുക. ഇപ്പോഴുള്ള മാറ്റം സംഭവിച്ചെന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് കാണാം. ഇതുപോലെയാണ് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ആക്കിയിട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏത് ക്രിയേറ്റിവിറ്റി നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ വരാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്ലേ ചെയ്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വരിക. ഓക്കെ, നിങ്ങൾക്ക് ഇതിലോട്ട് സോങ് കാര്യങ്ങൾ സെലക്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ട്രാൻസിഷൻ വീഡിയോക്ക് ട്രാൻസിഷൻ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ളതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റേഷ്യോ ആണത്. അപ്പോൾ എല്ലാവരും ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത്രയും സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് കൂടെ നമ്മളൊന്ന് കംപ്ലീറ്റ് ആക്കിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ ഞാൻ തരാം. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരാമെന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്യാൻ. നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ, നിങ്ങളൊരു വീഡിയോ എഡിറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിടലമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ.